ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊക്കെ ബിസിനസ്സുകാരാണ് ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാവരും നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണമോ? ഇത് പലരുടെയും ഒരു സംശയമാണ്. എല്ലാവരും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഞാനൊരു റെഡിമെയ്ഡ് ഷോപ്പോ അല്ലെങ്കിൽ ഞാനൊരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്, ഞാൻ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണോ എന്നുള്ള സംശയം എല്ലാവരിലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും, നമ്മൾ എന്തൊക്കെ GST രജിസ്ട്രേഷൻ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നോട്ടീസ് അയക്കുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആരൊക്കെയാണ് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കേണ്ടത് എന്നാണ് ഈ ഒരു ക്ലാസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിങ്ങൾ ഒരു ട്രേഡറോ മാനുഫാക്ചറോ ആണെങ്കിൽ നിങ്ങളുടെ ഒരു വാർഷിക വരുമാനം 40 ലക്ഷം ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ട്രേഡറോ മാനുഫാക്ചറോ ആണെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം 40 lakhs ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം 20 ലക്ഷം ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കണ്ടീഷൻസ്: നിങ്ങളൊരു ട്രേഡറോ മാനുഫാക്ചറോ ആണെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം 40 ലക്ഷം ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾ 20 ലക്ഷം നിങ്ങളുടെ വാർഷിക വരുമാനം ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായി, ഇത് മാത്രമാണോ കണ്ടീഷൻസ് എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ട്രേഡറാണ്. ഉദാഹരണത്തിന് ഞാൻ എറണാകുളത്ത് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതും. അതിൽ 40 ലക്ഷം രൂപയിൽ കുറവാണ് എൻ്റെ വാർഷിക വരുമാനം. പക്ഷേ ഞാൻ എല്ലാ പർച്ചേസുകളും നടത്തുന്നത് കേരളത്തിന് പുറത്തുനിന്നാണ് എന്ന് കരുതും, തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ തിരുപ്പൂരിൽ നിന്നാണ് എൻ്റെ എല്ലാ പർച്ചേസുകളും നടക്കുന്നത് എങ്കിൽ നിങ്ങളൊരു ട്രേഡറോ മാനുഫാക്ചറോ ആണെങ്കിൽ നിങ്ങൾ ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസോ സെയിൽസോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 40 ലക്ഷം എന്നുള്ള ഒരു ടേൺ ഓവർ ബാധകമല്ല. നിങ്ങൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി പലർക്കും ഉള്ളൊരു സംശയം, ഇനി 40 ലക്ഷം ക്രോസ് ചെയ്തു എന്ന് കരുതും. GST എനിക്ക് ഇന്ന് ഇപ്പം 40 ലക്ഷം ക്രോസ് ചെയ്താൽ GST എന്തെങ്കിലും നമുക്കൊരു ടൈം ലിമിറ്റ് പെർമിറ്റ് ചെയ്യുന്നുണ്ടോ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നമുക്ക് 40 ലക്ഷം നമ്മളുടെ ടേൺ ഓവർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേൺ ഓവർ ക്രോസ് ചെയ്ത ഡേ മുതൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ GST രജിസ്ട്രേഷന് അപ്ലൈ ചെയ്താൽ മതി. രജിസ്ട്രേഷൻ കിട്ടണം എന്നല്ല പറയുന്നത്. നമുക്ക് ഇപ്പോൾ സപ്പോസ് ജനുവരി 1 എനിക്ക് GST രജിസ്ട്രേഷൻ 40 ലക്ഷം ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജനുവരി 31 ജനുവരി 1 വൈകുന്നേരം 31 30 ഡേയ്സിലടക്ക് ഞാൻ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷനുള്ള രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കണം എന്ന് GST പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടേൺ ഓവർ ക്രോസ് ചെയ്യുമ്പോൾ വിത്തിൻ 30 ഡേയ്സിലടക്ക് നമ്മൾ GST രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനാണ് GST പറയുന്നത്. ഇനി 2 തരത്തിലുള്ള GST രജിസ്ട്രേഷനാണ് ഉള്ളത്. ഒന്ന് റെഗുലർ സ്കീമും 2 കോമ്പോസിഷൻ സ്കീമും ആണ് ഉള്ളത്. പ്രധാനമായും റെഗുലർ, കോമ്പോസിഷൻ, ഈ 2 സ്കീമാണ് GST രജിസ്ട്രേഷൻ ഉള്ളത്. കോമ്പോസിഷൻ സ്കീം എന്താണ് നമുക്ക് ആദ്യം നോക്കാം. കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് ഇത് GST ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ GST സ്മോൾ ടാക്സ് പെയറെ ഉദ്ദേശിച്ച് ആണ് ഒരു കോമ്പോസിഷൻ സ്കീം എന്നുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഈ കോമ്പോസിഷൻ സ്കീം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. കോമ്പോസിഷൻ സ്കീം ഞാൻ ആദ്യമേ പറഞ്ഞു, സ്മോൾ ടാക്സ് പെയർ ഉദ്ദേശിച്ച് ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അവരെ കംപ്ലയിൻസ് അവരിൽ കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. അതായത് മന്ത്ലി റിട്ടേൺ അവർക്ക് ഒരുപക്ഷെ ഫയൽ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് 1.5 കോടി ടേൺ ഓവർ വരെയാണ് ഒരു വർഷമെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. നിർബന്ധമല്ല. 1.5 കോടി ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പോസിഷൻ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗുണം. അവരെന്ത് ചെയ്താൽ മതി? ക്വാർട്ടർലി റിട്ടേൺസുകൾ ഫയൽ ചെയ്താൽ മതി. GSTR 1, GSTR 3B എന്ന് പറയുന്ന മന്ത്ലി റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കോമ്പോസിഷൻ സ്കീമുകാരുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്, അവർ മന്ത്ലി റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് എന്തൊക്കെയാണ് കോമ്പോസിഷൻ സ്കീമുകാരുടെ ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ, അവർക്ക് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അവർക്ക് അവരുടെ സെയിൽസിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഭാഗമായി അവർ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇൻപുട്ട് ടാക്സ് അവെയിൽ ചെയ്യാൻ പാടുള്ളതല്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനും പാടില്ല.
മൂന്നാമത്തെ കാര്യം, അവർക്ക് ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ പാടില്ല. ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ അവർ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. ഇനി ഇന്റർ സ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ ഓക്കെയാണ്, പറ്റും. ഇന്റർ സ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. എന്തുകൊണ്ടായിരിക്കും ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം അവർ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഭാഗമായി അവരെന്ത് ചെയ്യുന്നില്ല, അവർ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഭാഗമായി അവരുടെ സെയിൽസ് ബില്ലിൽ ടാക്സ് ഇല്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് പകരം അവർ ഇഷ്യൂ ചെയ്യേണ്ടത് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ് അവർ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഭാഗമായിട്ട് അവർ കൊടുക്കേണ്ടത്. അവരുടെ സെയിൽസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈ നടക്കുമ്പോൾ ടാക്സ് ഇൻവോയ്സിന് പകരം അവർ ഇഷ്യൂ ചെയ്യേണ്ടത് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അവർ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഇവരുടെ ഇൻപുട്ട് ടാക്സ് എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.